ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സോ ഗായ്സ് എല്ലാവർക്കും മിസ്റ്റർ നന്ദോട്ടേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. കുറച്ച് അടുത്തോട്ടിരിക്കുക, എന്നല്ല നിങ്ങൾക്ക് എന്നെ കാണുള്ളൂ കുറച്ച് ക്ലാരിറ്റി ആയിട്ട്. സോ ഫ്രണ്ട്സ് ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ബെസ്റ്റ് ടാബ് അണ്ടർ 20,000 റുപ്പീസിന് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ളതായിരിക്കും, വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കായിരിക്കും. 20,000 രൂപേൻ്റെ താഴെയുള്ള ബെസ്റ്റ് അത്യാവശ്യത്തിന് നോർമൽ യൂസിന് പറ്റിയ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ സബ്സ്ക്രൈബും വ്യൂസും ഒന്നും ചെയ്യുന്നില്ല ആരും. വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ചോ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തള്ളിക്കളഞ്ഞോ, എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇതേമാതിരി അണ്ടർ വീഡിയോ വേണമെങ്കിൽ, അതായത് 20,000 രൂപേൻ്റെ മൊബൈൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലെനോവോയുടെ ഷവമി പാഡ് പ്രോ എന്നാണ് വരുന്നത്. 18,499 റുപ്യാണ്, 18,500 റുപ്യ വരുന്നുണ്ട്. ഏകദേശം സ്നാപ്ഡ്രാഗൺ 870 ആണ് വരുന്നത്. പ്ലസ് 8 GB റാം, 128 GB ഇൻറ്റർണൽ മെമ്മറി ഉണ്ട്. 1200 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 2020 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. സോ 244x1840 പിക്സൽ വരുന്നുണ്ട്, റെസൊല്യൂഷൻ വരുന്നുണ്ട്, ഒരു ഹേർട്സ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. എനിക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് നോർമൽ കേസിലാണെങ്കിൽ ഹെവി യൂസിന് നിങ്ങൾക്ക് 1,80,000 രൂപ 70,000 രൂപയുടെ ടാബ് നോക്കേണ്ടി വരും. ഒരു നോർമൽ യൂസിന് ഈ ഞാൻ പറയുന്ന ഒരുവിധ ടാബുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്ന ഇത്രയും ടാബുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ യൂസിന്, ഹെവി യൂസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു നോർമൽ ഗെയിം പ്ലേ എല്ലാം കളിക്കാൻ പറ്റും അതിൻ്റെ അകത്ത്. ഓക്കെ, രണ്ടാമത്തതാണ് നമ്മളെ ലിസ്റ്റിലുള്ളത് ഷവമി റെഡ്മി പാഡ്. ഇതിന് വരുന്നത് 17,000 രൂപയാണ്. 17,999 18,000 രൂപ വരും. ഓക്കെ, 18,000 രൂപ നമുക്ക് കൂട്ടാം. ഹീലിയോ G99 ആണ് വരുന്നത്. 6 GB പ്ലസ് ഇൻറ്റർണൽ മെമ്മറി, 128 GB തന്നെയാണ് വരുന്നത്. സോ 8,000 mAh കപ്പാസിറ്റി വരുന്നുണ്ട്. അതിനെക്കാട്ടിയും ഇതായിരിക്കും എനിക്ക് ബെറ്റർ തോന്നുന്നു. റെഡ്മിയുടെ 8,000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ 18 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. അവിടെ 20 വാൾട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജർ വരുന്നത് ലെനോവേൻ്റെത്. ഇവിടെ ഷവമിക്ക് വരുന്നത് 18 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. എന്നാലും ഫീച്ചേഴ്സ് കൊണ്ട് ഷവമി തന്നെയാണ് അടിപൊളി. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷവമി എടുത്തോളൂ. ഏതെടുത്താലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ, ലെനോവോ ആണെങ്കിൽ ലെനോവോ എടുക്കുക, ഷവമി ആണെങ്കിൽ ഷവമി എടുക്കുക. ഇനി അടുത്തത് വെച്ചാൽ ഹോണർ പാഡ് X9 എന്ന് പറഞ്ഞ ഇതാണ് ടാബാണ്. 16,000 രൂപയാണ്. ഞാൻ 15,999 ആണ്. എന്തായാലും 16,000 രൂപയാവും. അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഹീലിയോ സ്നാപ്ഡ്രാഗൺ 685 ആണ് വരുന്നത്. അതേപോലെ തന്നെ 4 GB പ്ലസ് 128 GB ഇൻറ്റർണൽ മെമ്മറി വരുന്നുണ്ട്. 7,250 mAh ബാറ്ററി കപ്പാസിറ്റി വിത്ത് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജർ എന്നേ പറയുന്നുള്ളൂ, ഫാസ്റ്റായിട്ട് കയറുമെന്ന് തന്നെ അവർ പറയുന്നുള്ളൂ. അത് എത്ര വാൾട്ടിൻ്റെ ആണെന്ന് അവർ സൂചിപ്പിക്കുന്നില്ല. അടുത്തത് 1200 × 2000 പിക്സൽ ഡിസ്പ്ലേ ഹേർട്സ് വരുന്നുണ്ട്. സോ അത്യാവശ്യത്തിന് ആൻഡ്രോയിഡ് 13 ആണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടാബാണ്. സോ നാലാമത്തത് സാംസങ് ഗാലക്സി ടാബ് A18 18,730. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വില കുറച്ച് ഓഫറിൽ കിട്ടും. ഈ ഓണത്തിന് ഓഫറിൽ നിങ്ങൾ ഓഫ്ലൈൻ നോക്കുകയാണെങ്കിൽ വില കുറച്ച് കിട്ടും. 18,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 17-16 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാംസങ് ഗാലക്സി ടാബ് A18 കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം. ടൈഗർ T618 പ്രോസസ്സറാണ് വരുന്നത്. 4 GB റാം പ്ലസ് 64 GB ഈ ഇൻബിൽട്ട് ഉണ്ട്. ഓക്കെ, പ്ലസ് ഇൻബിൽട്ട് ഉണ്ട്. 7,040 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. വിത്ത് 15 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. 1200 × 1920 ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ കുഴപ്പമില്ല. 8 MB റാർ ആൻഡ് 5 MB ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. സോ ഞാൻ ഫ്രണ്ട് ക്യാമറ പറയില്ല, നിങ്ങൾക്കറിയാമായിരിക്കും. ക്യാമറ ആരും ഈ വലിയ വലിയ ടാബിലൊന്നും ക്യാമറ യൂസ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഷവമിയുടെ റെഡ്മി പാഡ്. 15,000 വരും. ഓക്കെ, ഹീലിയോ G99 വരുന്നുണ്ട്. പ്രോസസ്സർ വരുന്നുണ്ട്. 3 GB പ്ലസ് 64 GB ഇൻബിൽട്ട് വരുന്നുണ്ട്. 8,000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് അതിൻ്റെ വരുന്നത്. വിത്ത് 18 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്.
ചാർജിങ് വരുന്നുണ്ട്. 1200x2000 വരുന്നതാണ് പിക്സൽ വരുന്ന റെസൊല്യൂഷൻ വരുന്നത്, അത്യാവശ്യത്തിന് കൊള്ളാം. അതേപോലെ തന്നെ 90 ഹേർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന പറ്റിയ ടാബാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. സോ ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതേമാതിരി 20,000 താഴെയുള്ള ഫോണുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഔട്ട്. അപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് ഒരു വീഡിയോ പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഗുഡ് ഡേ, ബൈ.